ഒരു വൈഡ് ദൃശ്യം നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി ഒരു സംഘമായി വോട്ട് ചെയ്യാൻ എത്തുകയാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പിണറായിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുകയാണ്. പിണറായിയിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുന്ന അമല സ്കൂളിൽ അമല സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പിണറായി വിജയനും കുടുംബവും പാർട്ടി പ്രവർത്തകരും എത്തുകയാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്തതിന് ശേഷം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. KPC പ്രസിഡന്റും അതുപോലെ തന്നെ VD സതീശനും പറഞ്ഞത് 100 സീറ്റിന് മുകളിൽ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് കൗതുകപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി നടന്ന് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രിയെ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്തുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി അദ്ദേഹത്തിന്റെ ബൂത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പിണറായിൽ നിന്നുള്ള ദൃശ്യങ്ങളൊപ്പം തലസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പിണറായിയിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ കവടിയാറിലെ ജവഹർ നഗറിലെ UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വരുന്നു. ഒപ്പം മന്ത്രി വീണ ജോർജ് അനപ്പാറയിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ്. മന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വോട്ട് രേഖപ്പെടുന്നു. പ്രമുഖർ രാവിലെ തന്നെ എല്ലായിടത്തും ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. അതിനിടയിൽ പിണറായിയെ നേരിട്ട് രാഷ്ട്രീയമായി വിമർശിക്കുന്നുണ്ട് NK പ്രേമേന്ദ്രൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വാഭാവികമായും രാഷ്ട്രീയമായ പ്രതികരണം. ഇനി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്വാഭാവികമായി ഉണ്ടാകും. മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു നേരത്തെ പ്രേമേന്ദ്രൻ പ്രതികരിച്ചത്. ഏകാധിപത്യം അത് തകർക്കപ്പെടും, പാർട്ടിയെ വിരലിൻ തുമ്പിൽ കൊണ്ടു നടന്ന പിണറായിക്കെതിരെയുള്ള ജനവിധി ഉണ്ടാകും എന്നൊക്കെയാണ് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം ഉണ്ടായി. പൊതുവിൽ പക്ഷേ രാവിലെ വളരെ ഒരു അഗ്രസീവ് അല്ലാത്ത പ്രതികരണങ്ങളാണ്. ടോട്ടലി പോളിംഗ് ഡേ ആണല്ലോ, അതുകൊണ്ട് വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും ഉണ്ടാവുക. RSP പ്രതാപകാലത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് NK പ്രേമേന്ദ്രൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 1 സീറ്റ് പോലും RSPക്ക് കിട്ടിയിരുന്നില്ല ഇത്തവണ. അതുകൊണ്ട് RSP എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണ. 2 സീറ്റെങ്കിലും ജയിക്കാനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസം ആ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് മുഖ്യമന്ത്രി നടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമാകും ഉണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തിലേക്ക് RC അമല സ്കൂളിലേക്ക് എത്തുന്നു. 193 നമ്പർ ബൂത്തിലാണ് പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുക. ഭാര്യ കമല, മകൾ വീണ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, P ശശി, M സുരേന്ദ്രൻ, N ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ അകമ്പടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ വോട്ട് വളരെ പ്രാധാന്യമുള്ള വോട്ടാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ്? രാഷ്ട്രീയ ചർച്ചയിലേക്ക് സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഒരു ചൂണ്ടൽ ഈ ദിവസം ഉണ്ടാകണമല്ലോ. അത് സ്വാഭാവികമായും എന്താണ് ഈ ദിവസം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് എന്താണ് എന്നതിന്റെ സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സ്വാഭാവികമായും ഉണ്ടാകും. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി പിണറായിലേക്ക് എത്തുകയാണ്. 194 നമ്പർ ബൂത്തിൽ RC അമല സ്കൂളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം 8 മണിക്ക് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് അറിയിച്ചിരുന്നു. കൃത്യസമയത്ത് അദ്ദേഹം എത്തിയിരിക്കുന്നു. വോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ നറേറ്റീവ് സെറ്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവും. അത് എന്ത് അദ്ദേഹം പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ ഒരുപക്ഷെ ആദ്യമായി വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. KB ശ്രീധരനുണ്ട് പിണറായിയിൽ നിന്ന്. ശ്രീധരൻ, ഇതാ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, പാർട്ടി നേതാക്കൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. തിരക്കുണ്ടോ അവിടെ? മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്ന പോളിംഗ് ബൂത്തിൽ വലിയ തിരക്കുണ്ട്. രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 5:30 മുതൽ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിൽ തടിച്ച് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇതാ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് അദ്ദേഹം കാൽനടയാണ്. ഇത്തരത്തിലൊരു പതിവ് എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഒപ്പം കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, അതുപോലെ തന്നെ CPM നേതാക്കൾ, പ്രധാന നേതാക്കളുണ്ട്. P ശശി, KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനം ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താകും, അതാകും ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കാര്യമായി സ്വാധീനിക്കാവുന്ന ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ബൂത്തിൽ ഏതായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ അദ്ദേഹം ക്യൂ നിന്ന് വളരെ ക്ഷമയോടെ ക്യൂ നോക്കിയാണ് വോട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഏതായാലും ഇന്ന് വലിയ തിരക്ക് ഈ ബൂത്തിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പോളിംഗ് ബൂത്തിലേക്ക് RC അമല സ്കൂളിലെ UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. 194
നമ്പർ ബൂത്തിലാണ് മുഖ്യമന്ത്രിയുടെ വോട്ടുള്ളത്. 241-മത്തെ വോട്ടറായാണ്, അതായത് പോളിംഗ് ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് 241-മത്തെ നമ്പറിലാണ്. ഏതായാലും അദ്ദേഹം ഇതാ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വോട്ട് ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഏതായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വലിയ മത്സരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തളിപ്പറമ്പ്, പയ്യന്നൂർ പോലുള്ള മേഖലകളിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർശബ്ദം, അപസ്വരം ഉയർന്ന് പാർട്ടി നേതാക്കൾ തന്നെ, ഉന്നത നേതാക്കൾ തന്നെ, ജില്ലാ നേതൃത്വത്തിലുള്ള നേതാക്കൾ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം, എതിർപാളയത്തിൽ പോയി സ്ഥാനാർത്ഥിയായ ഒരു സ്ഥിതിയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം പലയിടത്തും നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ണൂരിൽ UDF പല മണ്ഡലങ്ങളിലും കാര്യമായിട്ട് ഒരു മത്സര ചിത്രത്തിലേക്ക്, മുൻകാലങ്ങളില്ലാത്ത തരത്തിൽ മത്സര ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും കണ്ണൂരിനെ സംബന്ധിച്ച് വലിയ ക്യൂ ഉണ്ട് ആ ബൂത്തിൽ എന്നുള്ളതും കാണണം. മുഖ്യമന്ത്രിക്ക് എത്ര നേരം ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ടി വരും? വലിയ ക്യൂ ഉണ്ട്.